വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ വീഡിയോ ഇട്ടതിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറയാമെന്ന് വെച്ച്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളർ ഫസ്റ്റ് ഒരു ഗോൾഡ് കളറായിരുന്നു. ഇപ്പം നമ്മൾ അത് മാറ്റി ഈ ഒരു കളറാക്കി. ഏത് കളറാണെന്ന് കറക്റ്റ് അറിയത്തില്ല. ഇനിയിപ്പോൾ ബുക്കിൽ മാറാൻ നേരത്ത് പർപ്പിൾ അങ്ങനത്തെ ഒരു കളർ കൊടുക്കേണ്ടത്. കളറൊക്കെ ഇഷ്ടപ്പെട്ട്, പക്ഷെ ഇത് ഭയങ്കര ഒരു അഴുക്ക് പിടിക്കും. ജസ്റ്റ് ഒന്ന് വെളിയിലിട്ടിരുന്നാൽ അപ്പം തന്നെ ഫുൾ അഴുക്കാവും. പിന്നെ നമ്മൾ ഇതിൻ്റെ അത് കിടന്നതിനെക്കാട്ടി ഒരളവും കൂടെ 1 ഇഞ്ചും കൂടെ കൂടിയ അലോയാണ് ഇട്ടത്. അത് ചെയ്ത് പിന്നെ ടയറൊക്കെ അതിൻ്റെ അകത്ത് കിടന്നത് തന്നെ. എന്നാലും ടയർ ഇതിൻ്റെ അകത്ത് ആദ്യമേ കിടന്നത് വീതി കൂടിയ ടയറായിരുന്നു കിടന്നത്. അപ്പോൾ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അലോയി ഇട്ടിട്ട് അകത്തെ ഡിസ്കിൽ റെഡ് കളർ കൊടുത്ത് അലോയൊക്കെ സെക്കൻഡ് എടുത്തിട്ട് പെയിൻ്റ് അടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ എയർപ്ലേയുടെ ആർക്കെങ്കിലും പെയിൻറ്റ് വർക്ക്, പാച്ച് വർക്ക് അങ്ങനത്തെ വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലാതെ വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്യണമെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി, കുറഞ്ഞ റേറ്റിൽ ചെയ്തു തരാം. ഇപ്പം ഈ ഒരു പെയിൻറ്റ് തന്നെ പറയണമെങ്കിൽ ഫുള്ള് പാച്ച് വർക്കല്ല, ഡെൻറ്റും പെയിൻറ്റിങ്ങും ഉൾപ്പെടെ എനിക്ക് 25 ആ ഒരു റേറ്റാണ് ആയത്. കളർ ചേഞ്ച് ചെയ്തിട്ട് അത്രയാണ് ആയത്. അതും ഫുൾ ക്വാളിറ്റി 2K പ്രൈമർ, ഏറ്റവും കൂടിയ ക്ലിയർ എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഇത്ര ആയതില്ല. എങ്കിൽ ഒരു 18-20 തീർത്തന്നെ. പിന്നെ ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ അത് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു കസ്റ്റം ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും ഇവിടെ നിന്നാണ് ചെയ്തതെന്നും ഇത് നല്ല റേറ്റ് കുറച്ചാണ് എനിക്ക് ചെയ്തു തന്നത്. 6 രൂപ 6-ൻ്റെ ആയിട്ടുള്ളൂ. അപ്പം ഇതാർക്കെങ്കിലും വേണമെങ്കിലും പറഞ്ഞാൽ മതി, എടുത്തു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ ബോർഡ് ബിഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പം എക്സോസ്റ്റിൻ്റെ ടിപ്പല്ല മഫ്ലർ ഇരിക്കുന്നത് എസ്സിയുടേതാണ്. പിന്നെ നമ്മൾ ഒരു സാൻഡ്രോര ത്രോട്ടിൽ ബോഡി എടുത്ത് മെയിൻ പൈപ്പിൽ നിന്ന് കൊടുത്ത് അത് ബൗഡൻ വെച്ച് സെറ്റ് ചെയ്തേക്കുകയാണ്. വാൽവട്രോണിക് കണക്ക് മാനുവലായിട്ട്. ആർക്കെങ്കിലും മാനുവലായിട്ട് വാൽവട്രോണിക് ചെയ്യണമെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി. അതും കുറച്ച് റേറ്റ് ചെയ്തു തരാം. ഏത് എക്സോസ്റ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങളെടുത്ത് തന്നാൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എക്സോസ്റ്റ് ഉൾപ്പെടെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചെയ്തതെന്ന് പറയുമ്പം ഡോർ പാഡ് വേറൊരു വണ്ടിയിൽ നിന്ന് എടുത്ത്, പഴയൊരു വണ്ടിയിൽ നിന്ന് എടുത്ത് അത് വെച്ച് ഫൈബറാണ് വെച്ചത്, അല്ലാതെ കുറഞ്ഞൊന്നുമല്ല വെച്ചാൽ. പിന്നെ ഇതിൻ്റെ അകത്ത് സോണിയുടെ കമ്പോണൻറ്റ് സ്പീക്കറുണ്ട്. പിന്നെ ബേക്കിൽ JBLൻ്റെ കമ്പോണൻറ്റ് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ള് കഴിഞ്ഞില്ല. പിന്നെ തറയിൽ 70 മാറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്ക് സീറ്റ് പഴയത് തന്നെ വെച്ചത്. പിന്നെ ചെയ്തതെന്ന് പറയുമ്പോൾ ഫ്രണ്ട് 2 സീറ്റ് അടിച്ചിട്ടുണ്ട്. അതിന് ഏകദേശം 6 സംതിങ് അതായിട്ടുണ്ട്. പിന്നെ ബേക്ക് ഡോർ പാഡ് മാറ്റിയിട്ടുണ്ട്. ബേക്കിൽ ഒരെണ്ണേ മാറ്റിയിട്ടുള്ളൂ, മറ്റത് മാറ്റിയില്ല, അത് കിട്ടിയില്ല. അപ്പം ഇത്രയൊക്കെയാണ് ചെയ്തത്. പിന്നെ ഫ്രണ്ടിൽ 2 ഹൈ ബീം DRL കൊടുത്തിട്ടുണ്ട്. 2 കളർ പറഞ്ഞാൽ യെല്ലോയും വൈറ്റും പറഞ്ഞ കൊടുത്തിട്ടുണ്ട്. അതിന് ഏകദേശം 2 എണ്ണത്തിനും കൂടെ ഒരു 2K അത്രയായി. പിന്നെ ഫ്രണ്ട് ഗ്രില്ല് നമ്മളിപ്പോൾ മാറ്റി. ഇതിനു മുമ്പ് ഇതെല്ലാം ഇരുന്ന് ഡബിൾ ലൈൻ പറഞ്ഞിരുന്നത്, അത് മാറ്റിയിട്ട് മെഷ് ആക്കിയിട്ടുണ്ട്. അതും ബ്ലാക്ക് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം വണ്ടിയുടെ ഫുള്ള് ലുക്ക് കാണണമെങ്കിൽ ഇതാണ്. എക്സോസ്റ്റിൻ്റെ ശബ്ദം ഞാൻ നേരത്തേൽ കേൾപ്പിച്ചായിരുന്നു. പിന്നെ കുറച്ച് ചില്ലറ പാച്ച് വർക്ക് അങ്ങനത്തെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അത് ചെയ്തത്. ആർക്കെങ്കിലും ഫുള്ള് റീസ്റ്റോറേഷൻ വർക്ക് അല്ലാത്ത ചെറിയ വർക്ക്, ഏത് വർക്കായാലും കോണ്ടാക്ട് ചെയ്താൽ മതി. ചെറിയ റേറ്റിൽ നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും ഇതൊക്കെ എത്രയായി, ഫുൾ റേറ്റ് എമൗണ്ട് എത്രയായി എന്നൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറയാം. ഇല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.